ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീടുകളിലെ സീലിംഗ് ഫാനിൻ്റെ സ്പീഡ് കുറവാൻ ഒരു കാരണമാണ് നമ്മുടെ കപ്പാസിറ്റർ ആണ് നമ്മൾ സാധാരണയായിട്ട് ചേഞ്ച് ചെയ്യാറ്. അപ്പോൾ കപ്പാസിറ്റർ മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് സ്പീഡ് ചില ഫാനുകളിൽ കിട്ടിക്കൊള്ളുന്നില്ല. അതിന് പ്രധാന കാരണമാണ് നമ്മുടെ സീലിംഗ് ഫാനിൻ്റെ ലീഫിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൊടി. ഈ ഡസ്റ്റ് നമുക്ക് ഫാനിൻ്റെ ലീഫിന് ചെറിയൊരു വെയിറ്റ് വരികയും നമുക്ക് അതിനോടനുബന്ധിച്ച് നമുക്ക് ആ സ്പീഡ് കുറവായിട്ട് കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ സീലിംഗ് ഫാനിൻ്റെ ലീഫ് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ഡസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് കപ്പാസിറ്റർ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഫാനിൻ്റെ ലീഫ് ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഫാനിൻ്റെ ലീഫ് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് കപ്പാസിറ്റർ ചേഞ്ച് ചെയ്താൽ നമുക്ക് ആ ഫാനിൻ്റെ സ്പീഡ് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കെൽട്രോണിൻ്റെ 2.5 MFT കപ്പാസിറ്ററാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഒരു കേബിൾ അഴിച്ചതിന് ശേഷം പുതിയ കപ്പാസിറ്ററിൻ്റെ കേബിളുമായി കണക്ട് ചെയ്ത് ആണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. പഴയ കപ്പാസിറ്റർ മാറ്റി നമ്മൾ പുതിയ കപ്പാസിറ്റർ ഫാനിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കപ്പാസിറ്റർ മാറ്റിയിട്ടും കാറ്റ് കുറവുള്ള അവസ്ഥ വന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഫാനിൻ്റെ ലീഫ് ഒന്ന് ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ഒന്നുകൂടി ബെറ്ററായി കിട്ടുന്നതാണ്.